അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിലൊന്ന് ഹെലികോപ്റ്റർ സീക്വൻസ് ആയിരുന്നു, എയർലിഫ്റ്റ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു. അത് ശരിക്കും ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഒരിക്കൽ. അപ്പോൾ ആ സീൻ ശരിക്കും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പാടുള്ള സീനായിരുന്നു. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് തന്നെയായിരുന്നു ആ സീൻ ചെയ്യാൻ. കാരണം ഹെലികോപ്റ്റർ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിൻ്റെ ലീഫ്, അതിൻ്റെ കാറ്റ്, അതിൻ്റെ കാറ്റിൻ്റെ എഫക്ട്സ് വേണം, താഴെ വേണം, ആൾക്കാരുടെ ഇതിലേക്കും കാറ്റ് വരണം. അപ്പം മേളൊരു പ്രൊപ്പലർ തൂക്കിയിടുക, അതിൽ തന്നെ റെയിൻ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വന്നു. ഹെലികോപ്റ്റർ ഒരിക്കലും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മളതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറേ റിസർച്ച് നടത്തി, എങ്ങനെയായിരുന്നു അവരുടെ ഹെലികോപ്റ്റർ ഇരുന്നിരുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു, അതിൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 99% സെയിം പോലെ തന്നെയാണ് മണിച്ചേട്ടൻ ഉണ്ടാക്കിയത്. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി ഡെലിവറിക്ക് തൊട്ട് മുമ്പ് അവരെ എയർലിഫ്റ്റ് ചെയ്ത് അവർ ഡെലിവറി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡെലിവറി ചെയ്തു. ആ കുട്ടി അവരൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടായിരുന്നതിന് ശേഷം സിനിമ കാണുന്ന സമയത്ത് ഈ കുട്ടിയുമായിട്ട് അവർ വരികയും ഭയങ്കര ഇമോഷണൽ ആവുകയും ചെയ്തൊരു സീനായിരുന്നു. വിജയ് വർമ്മ actually എല്ലാവരും കണ്ടു. We could see it from the top, and what was portrayed was actually seen on the ground. Everybody got together. was 5 years old. 5 വയസ്സുള്ള. അപ്പോൾ ആ സീൻ ശരിക്കും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പാടുള്ള സീനായിരുന്നു. അതിന് ഒരു ക്രെയിനിൽ തൂക്കിയിട്ട് അതിൻ്റെ മേളിൽ പ്രൊപ്പലറും മഴയും വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. 8 ഫുൾ രാത്രികൾ കൊണ്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ഹെലികോപ്റ്റർ വന്ന സമയത്ത് ഓട് പറന്നു പോകാൻ വേണ്ടി നമ്മൾ തെർമോക്കോളിൻ്റെ ഓട് ഉണ്ടാക്കി അത് ടോയിൻ വെച്ചിട്ട് കെട്ടി വലിക്കുകയും അത് ഹെലികോപ്റ്റർ വരുമ്പോൾ പറന്നു പോകുന്ന പോലെ തോന്നുകയും ചെയ്യാം. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടും ഒരു 300-400 പേര് ഉണ്ടാവും താഴെ. ക്രൂ മെമ്പേഴ്സ് 100-150 പേരുണ്ടാവും. റോപ്പുണ്ട്, സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു അതിൽ. വിത്ത് മഴ, രാത്രി, എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ട് പോയ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ആദ്യം കുറേ ഷോട്ടുകൾ പ്ലാൻഡ് ആയിട്ടുള്ള ഷോട്ടുകളെല്ലാം താഴെ നിന്നുള്ള ഷോട്ടുകളായിരുന്നു, വൈറ്റ് ഷോട്ടും എല്ലാം. വൺസ് ഒരു പോയിന്റ്, അപ്പോൾ നമ്മൾ മേലെ നിന്നുള്ള ഷോട്ട് ആദ്യം, ഉള്ളിൽ നിന്ന് ഷോട്ട്സ് എന്തായാലും വേണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഹൈറ്റ് ഡൗൺ ചെയ്ത് ചീറ്റ് ചെയ്ത് ഗ്രീൻ മാറ്റൊക്കെ വെച്ചൊക്കെ എടുക്കാം, VFXൻ്റെ സഹായത്തോടെ എടുക്കാം എന്നുള്ളതായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നിങ്ങൾ ഉണ്ടാക്കി, അത് എക്സ്റ്റീരിയർ ഷോട്ട്സിനൊക്കെ അത് ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റ്റീരിയർ ഷോട്ട്സ് മാത്രമല്ല ഇന്റീരിയറും നമ്മൾ അതിൻ്റെ ഉള്ള ഷൂട്ട് ചെയ്താൽ. പിന്നെ ഈ പറഞ്ഞ ഹെലികോപ്റ്ററൊക്കെ മണിച്ചേട്ടൻ സെറ്റ് ഉണ്ടാക്കിയതും അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞാൻ കാണുന്നത്, അതിൻ്റെ ഒറിജിനൽ ഹെലികോപ്റ്റർ പോയി കാണുന്നതും അത് എങ്ങനെയൊക്കെയാണ്, അത് പുള്ളി, ഞാൻ മണിച്ചേട്ടൻ കണ്ട ഒരു സാധനം, പുള്ളി ഒബ്സർവ് ചെയ്യും, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കുറേ ഡീറ്റെയിലിങ്ങിലോട്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ വൺസ് ഇത് ഹെലികോപ്റ്റർ സെറ്റ് റെഡി ആയതിനു ശേഷം ചെന്ന് കാണുമ്പോൾ പക്ക ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് നമുക്ക് അവിടെ മണിച്ചേട്ടൻ ഒരുക്കിയിരുന്നത്. ഇത് ശരിക്കും അതെനിക്കും ഒരു പുതിയ അറിവ്, ജോഡിനും പുതിയ അറിവായിരുന്നു. അതിൻ്റെ ഒരു ഹെലികോപ്റ്ററിന് അവർ ഫ്യൂവൽ ഫില്ല് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 3 hours അങ്ങനെ ടൈം കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടൈം കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒറിജിനൽ ഹെലികോപ്റ്ററിനെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈറ്റിങ് ചെയ്യാതെ നമ്മൾ ഒരു മിഡിൽ സ്റ്റേജിൽ കൊണ്ടുവരിക, അതല്ലെങ്കിൽ അതിനെ ഒന്ന് ഹാങ് ചെയ്ത് നിർത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാതെ നമുക്ക് ഒറിജിനലായിട്ട് പറ്റില്ല. ഹെലികോപ്റ്റർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല ഇത് നമ്മളുണ്ടാക്കിയാണ് ഹെലികോപ്റ്ററാണ് ഇതാണെന്ന് പറയില്ല. ഓക്കെ, അതിൻ്റെ ഈ പറഞ്ഞ VFX സപ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ സപ്പോർട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയതും ഒരു ചെറിയ പൈസക്കാണ് ഉണ്ടാക്കിയാക്കണം. അത്രയും പൈസക്ക് ഒരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിക്കാനായിട്ട് പാടാണ്. ക്രൂവിന് എത്ര കോൺഫിഡൻസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ഹെലികോപ്റ്ററിൻ്റെ മോഡൽ നമുക്ക് നമ്മൾ ആക്ച്വലി മണിച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്ത സെറ്റിൽ മോഡൽ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ആക്ച്വൽ സെറ്റ്. അപ്പോൾ അത് നമ്മൾ ഡ്രോൺ വെച്ച് ഫോട്ടോഗ്രാമെട്രി ചെയ്ത് സ്കാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ലൈക്ക് മില്ലിമീറ്റർ ആക്യുറസിയിൽ സെയിം സാധനം തന്നെ നമുക്ക് സ്കാനിൽ കിട്ടും. അപ്പോൾ വൈഡ് ഷോട്ട്സിലാണ് ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും കൂടുതലും കോംപ്ലക്സ് ഷോട്ട്സ് വരുന്നത്. ഹെലികോപ്റ്റർ പറന്നു വരുന്നതും ഈ ട്രീസ് ആടുന്നതും പിന്നെ ഈ ടോപ്പ് ആംഗിൾ ഷോട്ട്സിൽ നിന്ന് കാണിക്കുന്ന ആ ലൊക്കേഷൻ മൊത്തം ചേഞ്ച് ആകുക എന്നുള്ള ഒരു 3-4 ഷോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും കോംപ്ലക്സ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ബാക്കി എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീനും സെറ്റ്, ഈ ഇവർ റോപ്പിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഉള്ള ലെയർ കോമ്പോസിറ്റിങ്, അങ്ങനത്തെ ചേഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ എൻവയൺമെൻറ്റ് മൊത്തം ചേഞ്ച് ചെയ്യേണ്ടി വന്ന ഷോട്ട്സും ആ ട്രീസിൻ്റെ ഇൻട്രാക്ഷനും ചെയ്യുന്നതായിരുന്നു ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ആക്ച്വലി എനിക്കൊന്ന് നമ്മൾ സെറ്റിൽ അധികം മെൻഷൻ ചെയ്തില്ല. എനിക്കൊന്ന് അത് പറഞ്ഞ് ടെൻഷൻ ആക്കേണ്ടതെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷേ അത് ഒരു കോംപ്ലക്സ് ഇഷ്യൂ തന്നെയായിരുന്നു. നമുക്കറിയായിരുന്നു ട്രീസ് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഒരു പോയിന്റിൽ. കാരണം അത് ഇഗ്നോർ ചെയ്താൽ എന്തുകൊണ്ട് ലീവ്സ് അനങ്ങുന്നില്ല എന്നൊരു ചോദ്യം വരും പിന്നീട് ഹെലികോപ്റ്റർ ഇത്രയും ഹൈറ്റിൽ വന്ന് നിൽക്കുമ്പോൾ.
അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു അപ്രോച്ച്. അതിലൊരു പട്ടി വരെ അഭിനയിച്ചിട്ടുണ്ടെന്നതാണ്. ആ പട്ടിയുടെ ലുക്ക് പോലും നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം ഹെലികോപ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവികൾക്ക് അതുവരെ കാണാതിരുന്നൊരു ഭാവഭേദം വരും. അതുപോലും നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം അങ്ങനെ എല്ലാം ഒത്തു വന്ന ഒരു എല്ലാ കാലത്തും എന്താ പറയുക, എയർലിഫ്റ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്ത ഒരു രീതി മാത്രമാണ് ഈ സിനിമയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീനായി മാറിയത്.